കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നു ഗുരുവായൂരപ്പനെന്ന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. കളഭം കൊണ്ട് നല്ല ഭംഗിയായിട്ട് കാളിയമ്മാമനെ ചാർത്തിയിട്ടുണ്ട്. ആ കാളിയമ്മാമൻ്റെ മോളിൽ നിൽക്കണ ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിരിക്കണത്. കാളിയമ്മാമ ഇങ്ങനെ പത്തി വിടർത്തി അങ്ങനെ നിൽക്കണ കാളിയമ്മാമ. ആ കാളിയമ്മാമൻ്റെ ശിരസിലുള്ള ആ ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ നിൽക്കണം. നല്ല കൗതുകം. ആ കുഞ്ഞിക്കാലുമിലോ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. അതാ ഇതിലേറെ കൗതുകം. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുക. കുഞ്ഞിക്കുമ്പേൻ്റെ മുകളിൽ കിങ്ങിണി പറ്റി കിടക്കണം. കാണാൻ നല്ല കൗതുകമാണ്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തൊരു മാല, രണ്ടിൻ്റെ നടുവിൽ സ്വർണ്ണ ഗോപീതിലകം. ഒരു മിണ്ടുമിണ്ടുക്കൻ്റെ ഉണ്ണി കാളിയമ്മാവിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിലൊരു ഒടക്കൊഴൽ പിടിച്ചുകൊണ്ടല്ല കേട്ടോ, ഒടക്കൊഴൽ കയ്യിൽ പിടിച്ചുകൊണ്ട്, ഇടത്തെ കയ്യിൽ കാളിയമ്മാവിൻ്റെ വാലും. അങ്ങനെ കാളിയമ്മാവിൻ്റെ വാലും പിടിച്ച് കാളിയമ്മാവിൻ്റെ ശിരസിൽ നിൽക്കുന്ന പൊന്നുണ്ണി കാണാൻ ഒടക്കൊഴൽ വലത്തെ കയ്യിൽ വെറുതെ പിടിച്ചതാട്ടോ, പിടിക്കണില്ല. വലത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു മിടുക്കനൊരു ഉണ്ണി. ചെവിയിലെ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. ഇതൊന്നൊരു വിഷയമില്ലാന്ന് ആ ഭാവം. കാളിയമ്മാവിൻ്റെ ശിരസിൽ നിന്ന് നൃത്തം ചെയ്യാൻ പുറപ്പെടുന്ന ഒരു പെണ്ണുണ്ണി കാണാൻ നല്ല കൗതുകമുണ്ട് കാണാൻ. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന് മോളത് ആ വെളുത്ത പൂവിൻ്റെ മോള് തെച്ചിപ്പൂ പൊട്ട് പോലെ വെച്ച് നല്ല ഭംഗിയുള്ള തിരുമുടി മാല. മറ്റതെങ്ങനെ വെച്ചാൽ 2 തിരുമുടി മാലകളാട്ടോ. ഒന്നെങ്ങനെ വെച്ചാൽ തുളസിപ്പൂവും വെളുത്ത പൂ ഇങ്ങനെ ഇടകലർന്ന അങ്ങനെ ഒന്ന്. അങ്ങനെ 2 തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒന്നെങ്ങനെ വെച്ചാൽ തെച്ചി, തുളസി, വെളുത്ത പൂവിൻ്റെ മുകളിൽ മുഴുവൻ തെച്ചി പൊട്ട് പോലെ വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. തെച്ചിയും തുളസിയും വെളുത്ത പൂക്കൾ കുറച്ച് ധാരാളം. അതിൻ്റെ നടുവിൽ ഇങ്ങനെ വെളുത്ത പൊട്ട് പോലെ വീണ്ടും തെച്ചിയും തുളസിയും വെളുത്ത പൂ, അങ്ങനെയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. മറ്റുണ്ടമാലയോ താമര, തുളസി, തെച്ചിയായിട്ട് അങ്ങനെ. താമരപ്പൂവ്, തുളസി, തെച്ചി അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടിമാലകളാണ് നമ്മുടെ പൊന്നുണ്ണി കാണാൻ ചാർത്തിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ ആ കാളിയമ്മാവിൻ്റെ മോളിൽ ഞാൻ നൃത്തം ചെയ്യാൻ പോവാണ്, വേണുഗാനം പൊഴിക്കാൻ പോവാണെന്നുള്ള ഭാവത്തിൽ നിൽക്കണ ഉണ്ണിക്കാണാൻ നല്ല കൗതുകം. ചെറിയൊരു മിട്ടുമിട്ടുക്കൻ നല്ല കൗതുകമാണ്. ആ കോണ കൊടുത്ത് നിൽക്കൽ കാണാൻ തന്നെ നല്ല കൗതുകമുണ്ട്. അതുപോലെ തിരുമുടിമാലകളുടെ പോലെ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. വെളുത്തപ്പൂവും തുളസിപ്പൂവായിട്ട് ഒരു ഉണ്ടമാല, പിന്നെ തെച്ചിപ്പൂവും തുളസിപ്പൂവായിട്ട് 2 ഉണ്ടമാല, പിന്നെ താമരയും തുളസിയായിട്ട് 2 ഉണ്ടമാല, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടല്ല നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ടമാല. അങ്ങനെ 6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷമാണ്. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കാണാൻ കാളിയമ്മാവിൻ്റെ മോള് കയറി നിന്നുകൊണ്ട് നിൽക്കുകയാണ്. നൃത്തം ചെയ്യാൻ പോവാണ്, അല്ലെ വേണുഗാനം പൊഴിക്കാൻ പോവാണ്. അങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്ന ഉണ്ണി കാണാൻ. ഗുരുവായൂരപ്പ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഗർവിൻ്റെ വിത്തായിടുമെൻ്റെ വിത്ത മുർവശി പട്ടം കവിതാപടുത്വം സർവം നശിച്ചിട്ടു മുകുന്ദപാദം സർവസ്വമായി തീരണമെന്നു മോഹം കിടന്നുകൊണ്ടുള്ള വലത്തുവെപ്പാൽ തിരിച്ചിടുന്നേനൊരു പമ്പരം ഞാൻ കണ്ണന്നതിൽ കൗതുകലേശമൊന്നു തോന്നുന്നതായാൽ കൃത്യനീ ഞാൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടക്കോഴും കാളിയമ്മാവിൻ്റെ വാലും പിടിച്ച കാളിയമ്മാവിൻ്റെ ശിരസിലിങ്ങനെ നിൽക്കുകയാണ്. മിടുമിടുക്കാനായിട്ടൊരു ഉണ്ണി. നല്ല കൗതുകത്തിലാണ് ചാർത്തിരിക്കുന്നത് കളഭം കൊണ്ട് കേട്ടോ. നല്ല സന്തോഷവും കൊണ്ടാൽ ആ മിടുക്കനായ ഉണ്ണിക്കണ്ണൻ്റെ കാളിയമ്മാവിൻ്റെ ശിരസിൽ ഗുരുവായൂരപ്പ എൻ്റെ മനസ്സിലും ഇതുപോലെ കയറി നൃത്തം ചെയ്യണേ. മനസ്സിലെ ഗർവം ചീത്ത ചെയ്യുന്ന ഇതൊക്കെ ഒക്കെ മാറ്റി മനസ്സ് ഭക്തിയാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ തൃപ്പാദം 2ഉം മുറുകെ പിടിക്കുക. ആ കുഞ്ഞിക്കാലുകൾ ഭക്തന്മാർക്കുള്ളതാണ്. അതങ്ങനെ മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കുക. ആ കണ്ണനതാ നല്ല പുഞ്ചിരിയോടുകൂടി അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത്. എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദേ ശരണുള്ളൂ എന്നുള്ള ഭാവത്തിൽ നമ്മളങ്ങനെ നമസ്കരിക്കുക. ഭാവത്തിലല്ല, മനസ്സിൽ ഉറപ്പിച്ച് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി, ആ പുഞ്ചിരി തൂക്കുന്ന തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടണ്ടേ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ